റിപ്പോർട്ട് SIT DGPക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് പഠിച്ചിട്ട് അല്ല എനിക്ക് തരുന്നത്, ഹോം മിനിസ്റ്റർക്ക് തരുന്നത്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പഠിച്ച് പ്രോസസ്സ് ചെയ്ത ശേഷം ഗവൺമെൻറ് സമർപ്പിക്കും. അതിന് ശേഷമാണല്ലോ മറ്റ് നടപടി ഉണ്ടാകുന്നത്. റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെയാണ് എന്താ അതിനകത്തുള്ളത് എന്താണെന്ന് എനിക്കറിയാൻ പറ്റും. അല്ല, അത് ആദ്യം റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടാതെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നത് തെറ്റല്ലേ? കാരണം റിപ്പോർട്ട് കാണാതെ റിപ്പോർട്ടിലെ കാര്യം ഇന്നതാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഐ ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ്. അല്ല, അതിനുള്ള മറുപടി മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറയുമല്ലോ. പിന്നെ അടിയന്തര പ്രമേയത്തിനകത്ത് ആരോപണം ഉന്നയിക്കാൻ ഇന്ന് വരെ ആർക്കും കഴിയാം. റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്. ഒരിക്കലും റൂൾ 50-ക്കകത്ത് അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ സഭയിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നത്. 2, റൂൾ 50-ക്കകത്ത് ഏതെല്ലാം അനുവദിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ട സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറുടെ അനുമതി ഇല്ലാതെ അദ്ദേഹം ഇത് ഉന്നയിച്ചത് തന്നെ ശരിയായില്ല. അല്ല, അതൊക്കെ മറുപടി വരട്ടെ. മറുപടി നാളെ മുഖ്യമന്ത്രി തന്നെ പറയുമല്ലോ. എവിടെയാണ് ഇപ്പം തുടക്കമല്ലേ, കൈയല്ലേ പോയിട്ടുള്ളൂ. ഇനി എന്തെല്ലാം പോകുമെന്ന് ആർക്കറിയാം. 10 വർഷം അധികാരത്തിലിരുന്ന ആളുകളാണെന്നുള്ള കാര്യം അവർ ഓർക്കണം. പോലീസുകാരെ ആക്രമിക്കുന്ന ആളുകളെ ആരും വെറുതെ വിടില്ല. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, പ്രതിയെ മോചിപ്പിക്കുക, പോലീസുകാരെ ആക്രമിക്കുക, ഇതൊന്നും ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ആരാണെങ്കിലും ശക്തമായ നടപടി ഉണ്ടാവും. സമരം ചെയ്യുന്നതിന് ഞങ്ങളാരും എതിരല്ല. ജനാധിപത്യ രാജ്യത്ത്, പാർലമെൻ്ററി ജനാധിപത്യമുള്ള രാജ്യത്ത് സമരം ചെയ്യാനും അവരുടെ അവകാശങ്ങൾ ഉയർത്താനും ആരും എതിരല്ല. പക്ഷേ നിയമപാലകരായി പോലീസുകാരെ കയറി ആക്രമിക്കുക, അവരെ അടിക്കുക, വിരൽ തകർക്കുക, അവരെ ബോംബെറിയുക, ഇതൊന്നും ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല. അക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി ഉണ്ടാകും. അത് കിട്ടുമ്പോൾ ഞാൻ അസംബ്ലി പറയുമെന്നല്ലേ പറഞ്ഞിട്ട്. അതിപ്പോൾ പ്രചരിക്കുന്നുണ്ട്. റോഡിനകത്ത് നിന്ന് വെള്ളം ഒരു കുപ്പിക്കകത്ത് ആരും. പക്ഷേ അത് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ലെറ്റ് ദ കമ്മീഷണർ ഓഫ് പോലീസ് ട്രിവാൻഡ്രം he told me that he has sent the water to the laboratory. Let the report come. അപ്പോൾ അതിനകത്തെല്ലാം വരുമല്ലോ. കുറേ നാളുകളായിട്ട് ഈ വെള്ളം ചീറ്റുന്നില്ലായിരുന്നല്ലോ. കാരണം ഇത് തെരഞ്ഞെടുപ്പും മറ്റൊക്കെ ആയതുകൊണ്ട്, സമരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വാട്ടർ എന്താണെന്ന് പറയാം, വാട്ടർ ക്യാനനെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ തുരുമ്പിച്ചതാകാം. ഞങ്ങൾ സമരം ചെയ്തപ്പം അതിനോട് പലരും പറഞ്ഞു ആമയിഴഞ്ചാൻ തോട്ടിലെ വെള്ളമാണ് ഞങ്ങളെ അടിക്കുന്നതെന്ന്. ഇപ്പം ഏതായാലും അങ്ങനെ പറഞ്ഞില്ലല്ലോ ആരും. പക്ഷേ പോലീസ് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ്, കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഇപ്പോഴും അതേ വെള്ളം തന്നെയാണ് പലപ്പോഴും വെള്ളം ചീറ്റുന്നത്.